ഹായ് ഫ്രണ്ട്സ്, റഫീഖ് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഊട്ടി വ്ളോഗാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഊട്ടിയിലാണുള്ളത്. ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇത് മെയ് മാസമാണ്. മെയ് മാസം ഇവിടെ സീസൺ ടൈമാണ്. ഞങ്ങൾ രാത്രി 10 മണിയോടുകൂടിയാണ് ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയത്. പാലക്കാട് കോയമ്പത്തൂർ റൂട്ടാണ് ഞങ്ങൾ പോയത്. വെളുപ്പിനെ 5:30 ഞങ്ങൾ നീലഗിരി ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാസ് ചെക്ക് ചെയ്തു. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. വെളുപ്പിനെ 6 മണിയോടുകൂടി ഞങ്ങൾ ബുക്ക് ചെയ്ത കോട്ടേജിലെത്തി. വെളുപ്പിനെ നല്ല തണുപ്പായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ഇട്ടുകൊണ്ടുവന്ന കട്ടനൊക്കെ കുടിച്ച് കോട്ടേജിൻ്റെ മുമ്പിലിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ് കോട്ടേജിന് മുമ്പിലുള്ളത്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത കോട്ടേജ്. 2 കോട്ടേജാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒരു കോട്ടേജിൽ 6 പേർക്ക് താമസിക്കാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇഡ്ഡലിയും ദോശയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞങ്ങളുടെ കോട്ടേജിനടുത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് അവർ വൈകുന്നേരം ക്യാമ്പ് ഫയർ ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ സൈറ്റൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം അറിഞ്ഞത്. ഊട്ടിയിൽ മെയ് മാസത്തിൽ പുതിയ ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്. സ്ഥലങ്ങൾ കാണുന്നതിനായി നമ്മുടെ വാഹനത്തിൽ പോകാൻ കഴിയില്ല. നമ്മുടെ വാഹനം അവിടെ ഇട്ടിട്ട് ഗവൺമെൻറ് ബസ്സിലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുക്കണം. അത് വളരെ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. നമ്മളിവിടെ ഊട്ടി വന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുന്നത് ഇവിടെ ഗവൺമെൻറ് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ചാർജ് വരുന്നത്. എന്തോ പുതിയ റൂളാണ്. നമ്മൾ അവരുടെ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. ആദ്യമായി ഞങ്ങൾ പോയ ടൂറിസ്റ്റ് പ്ലേസ് ടീ ഫാക്ടറിയാണ്. ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അതിന് സമീപത്തുണ്ടായിരുന്നത്. ഞങ്ങളവിടെ തേയില നിർമ്മാണത്തിൻ്റെ പല പ്രോസസ്സുകൾ കണ്ടു. അതുപോലെ പലതരത്തിലുള്ള ചോക്ലേറ്റുകളും
ചോക്ലേറ്റ് നിർമ്മാണ രീതികളും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ ചായ കുടിക്കാനും അവസരമുണ്ടായിരുന്നു. ടീ മ്യൂസിയത്തിൽ കയറുന്നതിന് പാസ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പാസ്. ഒരു ചായയും നമുക്ക് അവിടെ നിന്നും കിട്ടുന്നതാണ്. ഞങ്ങൾ ടീ മ്യൂസിയത്തിൽ നിന്നിറങ്ങി പിന്നെ അടുത്ത സൈറ്റിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അതും സർക്യൂട്ട് ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ യാത്ര പോയത്. അടുത്ത് തന്നെയായിരുന്നു സ്ഥലം. പോകുന്നതിന് മുമ്പായി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ പോയത് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ധാരാളം പൂക്കളുകളൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. മെയ് മാസത്തിൽ ഫ്ലവർ ഷോ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ധാരാളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അധിക നേരം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് നിന്നില്ല. പിന്നെ ഞങ്ങൾ സർക്യൂട്ട് ബസ്സിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ബസ്സുകളൊന്നും കിട്ടിയില്ല. ഉള്ള ബസ്സുകളൊക്കെ നല്ല തിരക്കുമായിരുന്നു. പിന്നെ 1.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തിയത്. പിന്നീട് വൈകുന്നേരം ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.